മാധ്യമങ്ങളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അൻവർ പറഞ്ഞത് ഞാൻ ദക്ഷിണാഫ്രിക്കയില് 20,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 1 കോടി എണ്ണാൻ സമയം എത്ര വേണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 20,000 കോടി രൂപ ദക്ഷിണാഫ്രിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് കച്ചവടം ചെയ്തിട്ടാണ് 20,000 കോടി രൂപ ഉണ്ടാക്കിയത്? അതൊറ്റയ്ക്ക് അൻവറിന്റെ പോക്കറ്റിലെ പണമാണോ? ഒരു മനുഷ്യൻ എത്ര കാലം അധ്വാനിച്ചാൽ 20,000 കോടി രൂപ ഉണ്ടാകുമെന്ന് ഈ അങ്ങാടിയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആരുടെ പണമാണ്? അപ്പൊ എന്താ കാര്യം? ഇടുക്കിയിൽ ഒരു MM മണി, ലംബോദരൻ, ഇവരൊക്കെയാണ് പിണറായി വിജയന്റെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ഭൂതങ്ങൾ. മലപ്പുറം ജില്ലയിൽ പിണറായി വിജയന്റെ ബിനാമി സ്വത്ത് വകകൾക്ക് കാവൽ നിൽക്കുന്ന ഒരു കുട്ടിഭൂതമായിരുന്നു ശ്രീമാൻ അൻവർ. അങ്ങനെ നിധി കാക്കുന്ന ഭൂതങ്ങളെ പലരെയും. അപ്പൊ എന്താ കാര്യം? കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത പാവപ്പെട്ടവന്റെ വയലേലകളിലെ പാട്ട് പഠിച്ച സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയാണ് എന്റെ പാർട്ടി എന്ന് പറഞ്ഞ, ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചങ്ക് പകുത്തു കൊടുത്ത AK ഗോപാലന്റെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി. പ്രിയപ്പെട്ടവരെ, ആ പാർട്ടിയുടെ തലപ്പത്തേക്ക്, ആ പാർട്ടിയുടെ അന്തകവിത്തായിട്ടുള്ള കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച മിസ്റ്റർ പിണറായി വിജയൻ കടന്നു വന്നപ്പോ ഈ പാർട്ടിയിൽ പാവപ്പെട്ടവനെ പാർശ്വവൽക്കരിച്ചു. പാർശ്വവൽക്കരിച്ച പാവപ്പെട്ടവന് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ വേണ്ടി നിയമസഭയ്ക്കകത്ത് നാട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് സംസാരിച്ചതിന്റെ പേരിലാണോ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ആണോ? ഇവിടുത്തെ ഏതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ വിഷയം അത് കേരള നിയമസഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ കാർഷിക വകുപ്പ് മന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അൻവർ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണോ രാജിക്കത്ത് കൊടുത്തത്, രാജിവെച്ചത്? അല്ല. എന്താ സംഭവിച്ചത്? പിണറായി വിജയന്റെ കഥകൾ, കേരള മുഖ്യമന്ത്രിയുടെ കഥകൾ കൃത്യമായി അറിയാമായിരുന്ന ശ്രീമാൻ അൻവർ അതിന് കൂട്ടുകിട്ടിയപ്പോ ആ സമയത്ത് അതെല്ലാം മൂടി വെച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരോടൊപ്പം കഴിവും പ്രാപ്തിയുമുള്ള മന്ത്രിമാരെ, മുൻകാലത്തെ മന്ത്രിമാരെ, ഈവൻ ശ്രീമാൻ സുധാകരനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് അഴിമതിയുടെ കറപുരളാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോഡ് വികസനത്തെ കുറിച്ച് നോക്കിക്കൊണ്ടിരുന്ന ആ സുധാകരൻ സാറിനെ വരെ വീട്ടിലിരുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2ാം മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോ ആ 2ാം മന്ത്രിസഭയ്ക്ക് എല്ലാ വഴിവിട്ട സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങളിൽ നയം മാറ്റം വരുത്തി. അതാണ് അൻവർ രാജിവെക്കാൻ കാരണം. മലപ്പുറം ജില്ലക്കാർക്ക് വേണ്ടിയല്ല രാജിവെച്ചത്, ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടിയല്ല രാജിവെച്ചത്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ റോഡ് ഉണ്ടാകണം എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല രാജിവെച്ചത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുസ്ലിം ജനസാമാന്യം ബഹുഭൂരിപക്ഷം വരുന്ന വിദേശത്ത് പോയി പണിയെടുത്ത് തന്റെ ഉമ്മയെയും തന്റെ ഭാര്യയെയും ജനിച്ചു വീണ കുഞ്ഞിനെയും വരെ കാണാൻ 3 വയസ്സും അവിടെ ജീവിച്ച വിദേശ മലയാളിക്ക് വേണ്ടിയല്ല രാജിവെച്ചത്. ആർക്ക് വേണ്ടിയാണ് രാജിവെച്ചത്? സ്വന്തം സാമ്രാജ്യത്തിലെ പണക്കൂമ്പാരം എണ്ണി നോക്കിയപ്പോ അത് മുന്നോട്ട് പോകാനുള്ള വഴി കാണാതെ ഈ കള്ളക്കടത്ത് സ്വത്ത് വിഹിതം അത് പങ്കുവെക്കുന്നതിലെ തർക്കം കൊണ്ടാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കരണക്കുറ്റിക്ക് 2 കൊടുത്ത് നിലമ്പൂരിലെ MLA രാജിക്കത്ത് കൊടുത്തത്. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പ്?